എല്ലാവർക്കും മല്ലുവൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, സംഭവം അധ്യായം 1, എന്ന സ്വന്തം പുണ്യാളൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് കാട്ടാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ നായകനായി എത്തിയിരിക്കുന്നത് ആന്റണി വർഗീസ് ആണ്. നായികയായി ദുഷറയാണ് എത്തിയത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഈ സിനിമ. ഈ ഒരു സിനിമയുടെ റിലീസിന് ശേഷം OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വെള്ളയപ്പം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ മലയാള സിനിമയാണ്. ഒരു റൊമാൻറ്റിക് കോമഡി സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജനുവരി 9 തിയേറ്ററിൽ റിലീസായത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ഏതാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹേ ബൽവത്ത് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ നായകനായി വന്നിരിക്കുന്നത് സുഹാസ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് C5 ആണ്. അടുത്തൊരു അപ്ഡേറ്റ് സംഭവം അധ്യായം 1 എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഒരു മിസ്റ്ററി ഫാന്റസി ത്രില്ലർ സിനിമയാണ്. അസ്കർ അലിയാണ് ഇതിലെ നായകനായി വരുന്നത്. വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു കഥ ഒരു സ്പോർട്സ് സൈക്കോളജിക്കൽ ഡ്രാമയാണ്. ഒരു സയന്റിസ്റ്റ് ഒരു പ്രൊജക്റ്റ് രക്ഷിക്കാൻ വേണ്ടിയാണ് കഥ പറഞ്ഞു പോകുന്നത്. M. മാധവൻ, നയൻതാര, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ടെസ്റ്റ് എന്ന സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 4 തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സിത്താരെ സമീൻ പർ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഇതുവരെയായി ചെയ്തിട്ടില്ല. ഈ ഒരു സിനിമയിൽ അമീർ ഖാനാണ് പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. അമീർ ഖാൻ ഒരു ബാസ്കറ്റ്ബോൾ കോച്ചായിരുന്നു. അവനൊരു പ്രശ്നം കാരണം ജോബ് നഷ്ടപ്പെടുന്നു. പിന്നീട് അവൻ ഒരു സ്പെഷ്യൽ കുട്ടികൾക്കുള്ള ഒരു ടീമിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി എത്തുന്നതാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് സോണി ലൈവ് ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് തന്നെ സിത്താരെ സമീൻ പർ എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ശബദം എന്ന സിനിമയെ പറ്റിയാണ്. ഒരു സ്ഥലത്ത് അസാധാരണമായ ശബ്ദങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു കഥയെ പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. ആദി പിനിഷെട്ടി, ലക്ഷ്മി മേനോൻ, സിമ്രാൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ശബദം എന്ന സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ഈ ഒരു സിനിമയുടെ OTT റിലീസ് ആമസോൺ പ്രൈമിൽ ഏപ്രിൽ അവസാനം തന്നെ ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ദിലീപ് നായകനായി വന്ന ഈ ഒരു സിനിമയിൽ നിത പിള്ള, പ്രണിത സുഭാഷ്, അജ്മൽ അമീർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. തങ്കമണി ഒരു റിയൽ ഇൻസിഡന്റ് അടിസ്ഥാനമാക്കിയാണ് കഥ പറഞ്ഞു പോകുന്നത്. 1980-കളിൽ കേരളത്തിൽ നടന്ന ഒരു പോലീസ് കേസും അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാമത്തിലെ ആളുകൾ അനുഭവിച്ച അനീതിയെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിത് ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് സൈനാപ്ലേ ആണ്. സൈനാപ്ലേയിൽ തങ്കമണിയുടെ OTT അടുത്ത് തന്നെ റിലീസാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ ഈ ഒരു സിനിമയിൽ അനു മോഹൻ, ഷൈജി കുറുപ്പ്, ഷമ്മി തിലകൻ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു വിലയേറിയ മരത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോം ആമസോൺ പ്രൈം ആയതുകൊണ്ട് തന്നെ വിലായത്ത് ബുദ്ധ വിഷുവിന് OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ പറ്റിയാണ്. ദിലീപ് നായകനായി വന്ന ഈ ഒരു സിനിമയിൽ മമത മോഹൻദാസ്, R. ശരത് കുമാർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഒരു യുവ ഫിലിം മേക്കർ ഒരു പഴയ ബോളിവുഡ് നടിയുടെ ആത്മഹത്യയുടെ പിന്നിലെ രഹസ്യമാണ് അന്വേഷിച്ചു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ആമസോൺ പ്രൈമിൽ വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. കുറെ നാളായി ഈ ഒരു സിനിമയുടെ OTTക്ക് പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഫാമിലി ഡ്രാമ കോമഡി സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ, അനുശ്വര രാജൻ, ബാലു വർഗീസ്, ജഗദീഷ്, അൽതാഫ് സലീം എന്നിവരാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. വിഷുവിന് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടായിരിക്കാം എന്ന് സ്വന്തം പുണ്യാളന്റെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജിന്ന് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ഒരു സിനിമയുടെ OTT വിറ്റുപോയത്. ഇപ്പോൾ ജിന്ന് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചത് മനോരമ മാക്സ് ആണ്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്.
മലയാള സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടി നായകനായി വന്ന സിനിമയാണ് ബസൂക്ക. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു സിനിമയുടെ OTT ആദ്യം വാങ്ങിച്ചത് C5 ആയിരുന്നു. C5-ൽ ഇതുവരെയായി ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ബസൂക്കയുടെ OTT വിഷുവിന് സ്പെഷ്യലായി തന്നെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.